അപ്പോൾ രാവിലെ എണീറ്റ് അച്ചു കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവർ റെഡി ആകുന്നുണ്ട്. ഇനി മോനോട്ടിന് കുളിക്കാനുണ്ട്. അതുകൊണ്ടാ കുളിക്കണ്ടേ? അപ്പം ഞാൻ പോയി റെഡി ആയി വരാം. അപ്പോൾ ഇന്ന് ഒരു പരിപാടി ഉണ്ട് എറണാകുളം വെച്ചിട്ട്. അപ്പോൾ ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചാൾ പോകുന്നുണ്ട്. ആരൊക്കെയാണൊക്കെ കാണിച്ചു തരുന്നുണ്ട്, എന്താ പരിപാടിയെന്നും പിന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒക്കെ റെഡിയായി പോട്ടെ. ഇറങ്ങി വരും എൻ്റെ അടുത്ത കിട്ടിയോ പാട്ട് കിട്ടിയില്ല. ഇവന്റെ ഖുഷിൻ്റെ അല്ലേ? ആ, ഈ ഇന്റർവ്യൂണ്ട്. അതാ നീ പാട്ട് പോണ്ട. അപ്പി 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 പോയിട്ട് വന്നില്ല. കണക്ട് ചെയ്യോ? കേട്ടേ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അങ്ങനെ ഒരു വണ്ടി ഉണ്ടോ? വണ്ടി ഇവര് 3:10 എത്തുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞ ആപ്പിൽ ഇങ്ങനെ ലേറ്റ് ആയിട്ടല്ലേന്ന് പറഞ്ഞു. അനൗൺസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് അപ്പോഴേ പറയാൻ പറ്റുമോ? ഇതുവരെ ഒന്നും വന്നിട്ടില്ല. 2:45 എന്താ ചെയ്യാ? ടിക്കറ്റ് എടുത്തുന്ന പോലെ ട്രെയിൻ ഉണ്ട് എന്തായാലും. എപ്പാ വരിക? ഇനിയിപ്പം വീട്ടിൽ പോയി കിടന്നു അല്ല, ഇവിടെ 3 മണിയായിട്ടേ ഉള്ളു. ആപ്പിൽ 5:15 കാണിക്കുന്നു. നിങ്ങ പറഞ്ഞോ? ഇങ്ങനെ നോക്കണ്ട. വന്ദേ ഭാരത് ഉണ്ടോ? പാർക്കിംഗ് കയറുന്നതായിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മള് ട്രെയിന് 3:10 വരേണ്ടത്. പക്ഷേ വിവരമൊന്നും കിട്ടിയിട്ടില്ല. 3:10 എത്താൻ ചാൻസ് ഇല്ല. നമ്മൾ ആപ്പിൽ നോക്കുമ്പം 5 മണിയാണ് കാണിക്കണേ. അപ്പം നോക്കട്ടെ എന്താ ചെയ്യാന്നറിയില്ല. ടിക്കറ്റ് എടുത്തു. 4 എണ്ണം 400 രൂപ. 4 എണ്ണം 400. ഒരാൾക്ക് 100. അതുകൊണ്ടല്ലേ 4 എണ്ണം 400. ജോജി പറഞ്ഞൊക്കെ പോലെ നമ്മളെ ട്രെയിൻ ലേറ്റ് ആയി. 5 മണിയാവും. എന്താ പറയണ്ടോ? ഒന്നും പറയാത്ത. എന്താ എനക്കൊന്നും പറയാത്തേ? ഒന്നും പറയാല്ല. പറയടോ. ഒരു മണിക്ക് പോകേണ്ട ട്രെയിൻ 2:53. ഉണ്ടാ നല്ല തണുപ്പുണ്ടല്ലേ? അന്നേരം അതിനോടാ ഇതിനിപ്പ വരിക. നമ്മളിപ്പോ അവിടെ എത്തുക. ചായ കുടിക്കുന്നില്ല? ചായ കുടിച്ചാലോ? വേണ്ട, മഞ്ഞപ്പിൽ തന്നെ. 1 മണിക്ക് പോകേണ്ട ട്രെയിനാണ്. അത് കേട്ടെങ്കിൽ 1 മണിക്ക് പോകേണ്ട ട്രെയിനാണ് തോന്നുന്നത്. അതത്ര സ്പീഡ് പോയോ? 5:45 എറണാകുളം എത്തണം രാവിലെ. ചിലപ്പോൾ വന്ദേ ഭാരത് പോകാണ്ടാവും. അതാണ് അവർക്ക് മെയിൻ. അത് പോയിട്ട് മറ്റേ പോയാൽ മതി. ആ ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യൻ റെയിൽവേക്ക്. അത് നമ്മൾ മാറ്റണം.
ഭരണം കിട്ടട്ടെ, കേന്ദ്ര ഭരണം. സുരേഷ് ഗോപിനെ വിളിക്കണം. അപ്പോൾ നമ്മൾ ട്രെയിൻ ലേറ്റ് ആയതിനെ കൊണ്ട് 5 മണിയാവുമെന്ന് പറഞ്ഞു. 5 മണിയാകുമ്പോൾ പിന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ. സോ നമ്മൾ ചായ കുടിക്കാൻ അയച്ചു. അങ്ങനെ പാർക്കിങ് ചെയ്ത ഈ വണ്ടി പുള്ളീനോട് ചോദിച്ച് എടുക്കട്ടെ. പുള്ളി പറഞ്ഞാൽ എടുത്തോ, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ പോട്ടെ. എവിടെയെങ്കിലും കട ഉണ്ടോ നോക്കണം. ചായ കുടിച്ചിട്ട് വരാം. ഇതിന് പാൻ്റൊക്കെ വടക്കി വരാൻ സമയം മുമ്പോട്ട് വരൂ. ചായ കുടിക്കട്ടെ. മുന്നിലോ ബാക്കിലോ? ടിക്കറ്റ് നോക്കിയിട്ട് കാര്യമില്ല. ജനറൽ ഇല്ലല്ലോ അതിന്. ഇല്ലാന്ന് ഞാൻ കണ്ട. ഓടാടുന്നു ഞാൻ ബോർഡിൽ കണ്ട ഇല്ല. ഇല്ലാണ്ട് പിന്നെ അയാളെങ്ങനെ ടിക്കറ്റ് തരും നമുക്ക്? അങ്ങോട്ടെന്താ പേടിക്കുന്നോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ട്രെയിനൊക്കെ ഒന്നും വരൂല. ചെറുതായിട്ടൊന്ന് ഉറങ്ങിട്ട് തീരെ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ട് വരാം. ഉറങ്ങി എണീറ്റപ്പോൾ 5 മണിയായി. 5 മണിയായപ്പം ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ വരുന്നു. നല്ല അത് കയറട്ടെ. എത്തി നമ്മൾ തിരക്കുണ്ടോ? ഇന്നത്തെ ജനറൽ നോക്കിട്ടാ സൈഡ് സീറ്റ്, വിൻഡോ സീറ്റ്. വിൻഡോ സീറ്റ് അല്ല നമുക്ക് വേണ്ടി. ഒന്ന് കയറുമോ? 3 മീറ്ററിന് ബർത്ത് കിട്ടി. കിട്ടി. അങ്ങനെ 8:30 എത്തേണ്ട ട്രെയിൻ കൃത്യം 10:30 നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ മെട്രോ കയറിയിട്ട് സ്റ്റേഡിയത്തിൽ പോകണം. സ്റ്റേഡിയത്തിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ലൊക്കേഷനിലെത്തും. നമ്മൾ എറണാകുളം സൗത്ത് മെട്രോയിൽ കയറി. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി അല്ലേ, അങ്ങനെ മാറ്റി. ഇനി ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകണം. അതെ, അച്ചുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോട്ടെ. അത് കയറിയിട്ട് ഈ കേരളം ജംഗ്ഷനിൽ പോകണം. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാണ്ടേ, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിട്ട് നമ്മളിവിടെ നിന്ന് ഒരു പപ്സ് ഓർഡർ ചെയ്തേ.
ഇതാണ് ഇവിടുത്തെ പബ്സ്. എന്ത് പബ്സാണെന്ന് എനിക്കറിയില്ല. നല്ല രസം പാപ്പിയ. അപ്പോൾ നമ്മളെ ഇൻ്റർവ്യൂവിന് പോയത് റെഡി ആയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ വിചാരിച്ച പണിയല്ല അവസാനം വന്നപ്പോൾ അവർ പറഞ്ഞത്. സോ നമ്മൾ 3 ആളും കൂടെ അത് ഒഴിവാക്കി. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട്. ഇനിയിപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഈ മെട്രോ കയറിയിട്ട് നേരെ സൗത്ത് പോകണം. സൗത്തിൽ നിന്ന് ട്രെയിനുണ്ട്, 7:45 ട്രെയിൻ എടുത്തിട്ട് നാട്ടിലേക്ക് പോകണം. അച്ഛനുണ്ട് ടിക്കറ്റ് എടുത്ത്. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ മന്തി കഴിക്കാനായിട്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള മന്തിപ്പീടിയയിൽ വന്നു. ഒരു ഫുള്ള് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് വരുമ്പോഴേക്ക് ഒരു നാടൻ എൻ്റെ ഒരു ചെറുത് മന്തി ഓർഡർ ചെയ്ത് ഞാൻ ഈ പീസ് എടുത്ത്, അതേ പീസ് എടുത്ത്, ആ പീസ് എടുത്ത്, പീസ് എടുത്ത് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകാം. എന്നിട്ട് അവിടെ നിന്ന് 6:50 ട്രെയിനിൽ കയറിയിട്ട് നാട്ടിൽ പോകാം. അപ്പോൾ അതാ പ്ലാന്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 4 കോഴിക്കോടേക്ക് എടുത്ത്, കൊയിലാണ്ടിക്ക് 11 മണിക്കുള്ളൂ. സോ 4 കോഴിക്കോട് എടുത്ത് ചോദിച്ചപ്പോൾ ട്രെയിന് ഇവിടെ ഉണ്ട്, ഏതോ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം പോയി തപ്പി പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറി ഇരുന്നാൽ ചിലപ്പം ഇതുണ്ടാവില്ല, ചിലപ്പോൾ തിരക്കുണ്ടാവില്ല. സോ നമ്മൾ കയറട്ടെ. അപ്പോൾ ട്രെയിന് കയറി ഇനി ഇത് 6:50 എടുക്കുള്ളൂ. സീറ്റുണ്ട്, കാലിയാണ്. അങ്ങനെ കറക്റ്റ് 10:50 ആയപ്പോൾ കോഴിക്കോട് എത്തി. കറക്റ്റ് 4 മണിക്കൂർ. 6:50 എടുത്ത് 10:50 എടുത്ത്. ഇനി ഇവിടെ നിന്ന് കൊയിലാണ്ടിക്ക് പോകണം. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ ഓട്ടോയിൽ വന്ന് KSRTC സ്റ്റാൻഡിൽ ഇറങ്ങും. മറന്നു വരാം, പാപ്പനുണ്ടായി അവിടെ. പാപ്പനിലാണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെ ഇനി ഇവിടുന്ന് KSRTC തപ്പി കൊയിലാണ്ടിക്ക് പോകണം. തപ്പട്ടെ. അങ്ങനെ നമ്മൾ കണ്ണൂർ ബസ് വന്നു. സൂപ്പർ ബസ് KSRTC കയറിയിട്ട് നമുക്ക് കൊയിലാണ്ടി ഇറങ്ങണം. പോട്ടെ. നമ്മൾ പോവാം. ഇത് തൊട്ടിൽപ്പാലം ബസ്. പണിയും കഴിഞ്ഞ് പോകുന്ന പോലെ പോകുന്ന തുണിയൊക്കെ പിടിച്ചിട്ട് കൊയിലാണ്ടി നിർത്തുകയാവോ. കയറാൻ കൊണ്ട് ഇതിൻ്റെ അകത്ത് കയറി നമുക്ക്
കൊയിലാണ്ടി ആവും. അങ്ങനെ നമ്മൾ ബസ് കയറി. തലവേദന ആകുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് കൊയിലാണ്ടി പോകാം. അഭിയുണ്ട്. അഭി വടകര. അഭിയ അഭി വടകര. അപ്പോൾ ഓക്കെ, കൊയിലാണ്ടി എത്തിയിട്ട് വരാം. അങ്ങനെ കൊയിലാണ്ടി എത്തി. ബസ് പോയി. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാർ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാറ് പാർക്കിങ്ങിലുണ്ടായിരുന്നു. പാർക്കിങ്ങിൽ നിന്ന് കാറും എടുത്ത് നേരെ വീട്ടിലേക്ക് പോകണം. മോനോട്ട് നല്ല കൂടി സൈഡായി കൊച്ചി പോയി വരുമ്പോഴേക്കും. പനി, ജലദോഷം, തുമ്മൽ സീൻ. അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് 1 മണിയായപ്പോൾ വീട്ടിലെത്തി. ഇനിയിപ്പം ഉറങ്ങണം. എന്നിട്ട് രാവിലെ പോകാണ്ട് 7 മണിക്ക് പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. തീരെ ഉറങ്ങിയിട്ടില്ല. കുറച്ച് നല്ലോണം ഉറങ്ങണം. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.